തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്നാണ് പരാതി. എഴുകോൺ സ്വദേശിയായ 14 വയസ്സുകാരന് ഡോസ് കൂട്ടി മരുന്ന് നൽകി എന്ന് പരാതിയിൽ പറയുന്നു. മരുന്ന് കഴിച്ച കുട്ടിക്ക് മനോനില തെറ്റിപ്പോയി എന്ന് മാതാപിതാക്കൾ. കുടുംബം ഫാർമസി ജീവനക്കാർക്കെതിരെ സൂപ്രണ്ടിന് പരാതി നൽകി. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാനൊക്കെ പോവുകയും പിന്നെ ഒരു വീട്ടിൽ വന്നതിന് ശേഷം ചിരിച്ചുകൊണ്ട് ഇറങ്ങി റോഡിലോട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ കടിക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ ICU ബെഡ് നശിപ്പിക്കുകയൊക്കെ അങ്ങ് ചെയ്ത്. നമ്മുടെ നാട്ടിലെ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇവിടെ തന്ന മെഡിസിനകത്ത് വ്യത്യാസമുണ്ട്, മോൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫിക്സിൻ്റെ ഗുളികയല്ല അത്, ഡോക്ടർ എഴുതിയ ഗുളികയും അല്ല അത്, ഫാർമസിയിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് അവരെന്ന് പറഞ്ഞാൽ അതിനുള്ള ചികിത്സ അവർ ചെയ്ത് ഇപ്പം മോൻ കുഴപ്പമില്ല, നോർമലായി. പക്ഷേ കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമോ എന്നുള്ള കാര്യം നമുക്ക് നല്ലൊരു ഭയമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ചികിത്സാ പിഴവെന്ന് വീണ്ടും പരാതി വന്നിരിക്കുന്നു നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ. കുട്ടിക്ക് മനോനില തന്നെ തകരാറിലാവുന്ന വിധത്തിലാണ് ഫാർമസിയിൽ നിന്നും മരുന്ന് നൽകിയതെന്ന് പറയുന്നു. ഈ ഡോക്ടർ കുറിച്ച മരുന്നിൽ നിന്നും വ്യത്യാസപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ മരുന്ന് നൽകിയത്? എന്തെങ്കിലും തരത്തിൽ വിശദീകരണം ലഭ്യമാണോ? പരാതിയിൽ എന്തെങ്കിലും നടപടികൾക്ക് നീക്കമുണ്ടോ? മോത്തി, ഈ ഫിക്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ള കുട്ടിയാണ്. എഴുകോൺ സ്വദേശിയാണ്, കൊല്ലം എഴുകോൺ സ്വദേശിയാണ്. അങ്ങനെയാണ് ഇവർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്നത്. എത്തിയ ഘട്ടത്തിൽ തന്നെ ഡോക്ടർ മരുന്ന് കുറിച്ച് നൽകിയപ്പോൾ മരുന്ന് മാറിയിട്ടില്ല. പക്ഷേ മരുന്നിൻ്റെ ഡോസ്, ഫാർമസിയിൽ നിന്ന് നൽകിയ ഡോസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുമൂലം കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മാതാപിതാക്കൾ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ മനോനില തെറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി. വീട്ടിൽ ഈ പറയുന്നത് പോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുക, മാതാപിതാക്കളെ ഉൾപ്പെടെ കടിച്ചു മുറിവേൽപ്പിക്കുക, അത്തരത്തിലേക്ക് കുട്ടിയുടെ മനോനില മാറി. അങ്ങനെയാണ് അവർ വീണ്ടും ഇവിടേക്ക് എത്തി ഈ കാര്യം എന്താണെന്ന് പരിശോധിച്ചപ്പോൾ ഡോസ് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. ഡോക്ടറെ ഉൾപ്പെടെ നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് ഡോസ് മാറിപ്പോയതാണ്, മരുന്ന് മാറിപ്പോയിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് ചോദിക്കുമ്പോൾ അത് അന്വേഷണം സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ അമ്മ പറഞ്ഞൊരു വലിയ ആശങ്ക തന്നെയാണ് ആ കുടുംബത്തിനുമുള്ളത്. കാരണം ഇനി ഭാവിയിൽ, ഇപ്പോൾ നിലവിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്, ഈ മനോനില ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. എങ്കിലും ഭാവിയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്ക മാതാപിതാക്കൾക്കുണ്ട്. ഒരു അസുഖം ഭേദമാകാൻ വന്നിടത്താണ് ഇവർ വലിയ ആശങ്കയുമായി ഇനി മുന്നോട്ട് പോകേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. എന്തായാലും അന്വേഷണം ഇപ്പോൾ ഇവർ പോലീസിൽ നിലവിൽ കേസ് നൽകിയിട്ടില്ല. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു, എങ്ങനെ നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളത് തന്നെയാണ് അവർ. രാഹുൽ, ഈ മരുന്ന് എഴുതി കൊടുത്ത ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവരോട് സംസാരിച്ചിരുന്നോ? ഈ മരുന്ന് മാറിയതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനെ പറ്റിയോ മറ്റോ ഡോക്ടർ സംസാരിച്ചോ? ഡോക്ടർ തീർച്ചയായും ഈ മരുന്നിന് ഡോസ് മാറിയത് കൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടായതെന്ന് അവരോട് പറഞ്ഞു. അത് മരുന്ന് നൽകിയതിലെ പ്രശ്നമല്ല, മരുന്ന് എഴുതി നൽകിയ മരുന്ന് ശരിയാണ്, പക്ഷേ മരുന്ന് നൽകിയ ഫാർമസിയിൽ നൽകിയ ഡോസ് കൂടിപ്പോയത് തന്നെയാണ് ഡോക്ടർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇവരോടത് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഫാർമസി ജീവനക്കാർക്കെതിരെ തന്നെയാണ് നടപടി ഉണ്ടാകാനുള്ള സാധ്യത. അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. മാതാപിതാക്കളും ഫാർമസി ജീവനക്കാർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിന് നടപടി ഉണ്ടാകുമോ എന്ന് നോക്കിയ ശേഷമാകും മുന്നോട്ട് പോകുക എന്നാണ് മാതാപിതാക്കൾ അറിയിച്ചത്. എന്തായാലും ഫാർമസി ജീവനക്കാർക്കെതിരെ തന്നെയാണ് അവർ തന്നെയാണ് മെഡിക്കൽ കോളേജിന്റെ തന്നെ ഭാഗമായ ഫാർമസി അല്ലേ? അതെ, തീർച്ചയായും അവിടെ നിന്നാണ് ഈ വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും, ഈ അന്വേഷണത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് അറിയുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത ഉണ്ടാകുക. മോദി.